ഈ ഒരു ടൂൾ എന്താണ്, ഇതിൻ്റെ യൂസേജ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇതൊരു പഞ്ചിങ് മെഷീനാണ്. നമുക്ക് ബട്ടൺ ഡ്രസ്സിലേക്ക് പഞ്ച് ചെയ്ത് കൊടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബട്ടൻ്റെ കിറ്റ് കൂടി കിട്ടും കേട്ടോ. ടോട്ടൽ 300 രൂപയാണ് ഇതിന് റേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ കണ്ടോ, ഇതുപോലെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. അതൊന്ന് താത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് കിട്ടും. ഇതിൽ ബട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. അത് കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ആയിട്ട് വരും. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് തന്നെ പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഈ കാണുന്ന ഒരു ഭാഗം കുറച്ചൊരു കുഴിയുള്ളത് പോലെയാണ് കേട്ടോ ഉള്ളത്. മറ്റേ സൈഡിൽ വരുന്നത് ഒരു ഹോളാണ്. അതിൻ്റെ താഴ്വശം നമുക്ക് കാണാൻ പറ്റും, ഒരു കുഴി പോലെയാണ്. അതിവിടെ നിന്ന് നോക്കിയാൽ മറ്റേ സൈഡ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു 2 ഭാഗത്തുമാണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അതങ്ങനെ വെച്ചതിന് ശേഷം ക്ലോത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൽ എത്രത്തോളം ബട്ടൺ ഉണ്ട്, ഏതൊക്കെ ബട്ടൺ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, 3 ടൈപ്പ് ബട്ടണാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. അതിൽ ഈ ഒന്ന് ഒരു കൊമ്പ് പോലെ ഉണ്ടാവും, മറ്റേതിനൊരു ഹോള് പോലെ. വേറെ മൂന്നാമതുള്ളത് ഒരു മുള്ളു പോലെയുള്ള ഒരു സംഭവമാണ്. ഈ 3 ടൈപ്പ് ബട്ടൺസ് ആണ് നമുക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കൊമ്പ് വരുന്ന ഒരു മൊന പോലെ വരുന്ന ആ ഒരു ബട്ടൺ എടുക്കാം. എന്നിട്ട് ആ ഒരു ബട്ടൺ കറക്റ്റായിട്ട് ഇതിൽ ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊമ്പ് വരുന്ന ഭാഗം ആ ഒരു ഹോളിലേക്ക് വരുന്ന വിധത്തിലായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. ആ ഒരു ഹോളുള്ള ഭാഗത്താണ് ഇതിപ്പോൾ ലോഡ് ചെയ്തത്. മറ്റേ വശം നമുക്കിനി തിരിച്ചെടുക്കാം. അതായത് ഒരു കുഴി പോലെയുള്ള ഒരു ഭാഗമില്ലേ, അവിടെയാണ് ഈ മുള്ള് വരുന്ന ഭാഗം വെച്ച് കൊടുക്കേണ്ടത്. ഇത് വെക്കുമ്പോൾ ആ മുള്ള് വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന വിധത്തിൽ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതവിടെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ, ഇളകി വരുമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് പഞ്ച് ചെയ്യണം. അപ്പോൾ മുള്ളുള്ള ഭാഗം ക്ലോത്തിൻ്റെ അടിവശത്തേക്കായിരിക്കണം പോവേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേറെ നിങ്ങളൊന്നും അതിൽ ചെയ്യാനില്ല. കാണുന്നതിനേക്കാളും വളരെ ഈസിയാണ് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ബട്ടൺ കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് ഏത് ഭാഗത്താണ് പഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന്. ഇപ്പോൾ ഇത് നമ്മൾ പഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് ബട്ടൺ എടുക്കാം. ആ ഒരു ഹോളുള്ള ബട്ടൺ ഇല്ലേ, അതിൽ ചെറിയ ഹോളുള്ള ഭാഗമല്ല, കുറച്ച് വലിയത്. രണ്ടും ഒരേ സൈസ് തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നോക്കുക നിങ്ങൾ. എന്നിട്ട് ആ ഒരു ഭാഗം എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മുള്ളുള്ള പീസ് ഇതിനും നമുക്ക് വേണം കേട്ടോ. എന്നിട്ട് ആ വലിയ ഹോള് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റ് ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ മുള്ളുള്ള ഭാഗം ആ ഒരു കുഴി വരുന്ന ഭാഗത്തേക്ക് തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ആ മുള്ളുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന വിധത്തിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ ഇത് പഞ്ച് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. വളരെ ടൈറ്റ് പിടിച്ചിട്ടൊന്നും വേണ്ട, എന്നാലും ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടത് അവിടെ നിൽക്കുന്ന വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ഈസിയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ 2 ബട്ടണും നമ്മൾ ഈസി ആയിട്ട് ഇവിടെ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് ചട്ടപ്പട നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പഞ്ചിങ് മെഷീൻ്റെ റേറ്റും വളരെ കുറവാണ്, 300 രൂപ മാത്രമേ ഉള്ളൂ. ഓൺലൈൻ്റെ റേറ്റ് എനിക്കറിയില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ബട്ടൺ കണ്ടോ, ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാനും പറ്റും. വളരെ സിമ്പിളാണ്. നമുക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും കൂടി ഈ ഒരു ബട്ടൺ വാങ്ങി, അല്ലെങ്കിൽ ബട്ടൺ പഞ്ചിങ് മെഷീൻ വാങ്ങിയാൽ നഷ്ടമൊന്നും വരില്ല. നമുക്ക് ഏത് കാലത്തും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായും വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ, ടേക്ക് കെയർ.